എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2025 വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണവും കുടിശ്ശിക വിതരണവും ഒരുമിച്ച് ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ ബജറ്റ് വിതരണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് ചുരുക്കുന്നതിനായി മരണപ്പെട്ടവരുടെയും അനർഹരായവരുടെയും പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും സമബന്ധിതമായി ഒഴിവാക്കുന്നതിനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടവരുടെ പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനും സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷനർമാർ, കുടുംബ പെൻഷനർമാർ എന്നിവർ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയത് തിരികെ അടക്കുന്നതിനും ആധാർ എടുക്കാൻ കഴിയാത്തവരുടെ ഡേറ്റ എൻട്രി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാനദണ്ഡങ്ങളും അനുബന്ധ നിർദ്ദേശങ്ങളും ക്രോഡീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം 4 ഗഡു കുടിശ്ശികയായ പെൻഷൻ തുകയിൽ നിന്നും 1 ഗഡു കൂടി വിതരണം ചെയ്യുമ്പോൾ ഇനി വിതരണം ചെയ്യാൻ അവശേഷിക്കുന്നത് 3 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയാണ്. 3 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു കൂടി ഉടൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമെന്നുള്ള ആശ്വാസ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ മാസം ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്നാൽ പെൻഷൻ തുകയിൽ ബജറ്റിൽ വർധനവ് ഉണ്ടായേക്കുമോ എന്നുള്ള ചർച്ചയും അന്തിമ ഘട്ടത്തിലാണ്. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ തുക കൃത്യമായി എല്ലാ മാസവും മുടങ്ങാതെ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നും പെൻഷൻ വർധനവിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉടൻ തന്നെ പുറത്തുവരുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക 1600 രൂപ മാത്രം എത്തിച്ചേർന്നവർക്ക്, ഇതോടൊപ്പം തന്നെ 1 ഗഡു പെൻഷൻ തുക പോലും ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം സജീവമാകും. കൈകളിൽ തുക സ്വീകരിക്കുന്ന 26 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ തുക വിതരണവും സജീവമാകും.